അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ടാറ്റ ഒരു പുതിയൊരു ഇലക്ട്രിക് വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏറെ നാളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നൊരു അനൗൺസ്മെൻ്റ് ആണിത്. അത് വേറെ ഒന്നുമില്ല, ടാറ്റയുടെ പഞ്ച് എന്നുള്ള വേരിയൻറ്റ് EV സെഗ്മെൻറ്റ് അവർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കുറേ 2-2.5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കുറേ സ്പൈ ഇമേജസ് എല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ വണ്ടിയുടെ. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഒരു വണ്ടിയാണ് പഞ്ച്. ഇപ്പോൾ നെക്സോൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പായിട്ട് പോകുന്നത് പഞ്ച് തന്നെയാണ്. അപ്പോൾ അവരുടെ ഇലക്ട്രിക് വേരിയൻ്റ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും നമ്മൾ കാത്തിരുന്നതാണ്. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് ടാറ്റയുടെ ഭാഗത്ത് 4ാമത്തെ വേരിയൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടിഗോർ ഉണ്ട്, ടിയാഗോ ഉണ്ട്, അതുപോലെ നെക്സോൺ ഉണ്ട്. അപ്പോൾ നെക്സോൺ നമുക്ക് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണ്. അപ്പോൾ അതിനൊപ്പമാണ് ഇപ്പം പഞ്ച് വന്നിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഈ വണ്ടി കാണുകയാണെങ്കിൽ നമുക്കത് സാധാരണ ഒരു പെട്രോൾ വണ്ടിയായിട്ട് തോന്നുള്ളൂ. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ടാറ്റയുടെ ജനറേഷൻ 2 EV ആർക്കിടെക്ചറിൽ പണിയുന്ന ആദ്യത്തെ വണ്ടിയാണിത്. ആദ്യത്തെ പറയാൻ പറ്റില്ല, എനിക്ക് നെക്സോൺ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ട് വെച്ചാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ.